പ്രൊമെത്യൂസിന്റെ കഥ. പണ്ട് പ്രൊമെത്യൂസ് എന്നൊരു ടൈറ്റൻ ഉണ്ടായിരുന്നു. മനുഷ്യരെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചു. തണുപ്പിലും ഇരുട്ടിലും ജീവിക്കുന്ന അവരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി. ഒരിക്കൽ ദേവന്മാരും മനുഷ്യരും തമ്മിൽ ഒരു തർക്കമുണ്ടായി. പ്രൊമെത്യൂസ് മനുഷ്യർക്കു വേണ്ടി ഒരു തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹം ഒരു പോത്തിനെ അറുത്ത് 2 കൂമ്പാരങ്ങളാക്കി മാറ്റി. കാഴ്ചയിൽ ഭംഗിയുള്ള കൂമ്പാരം ദേവന്മാരുടെ രാജാവായ സ്യൂസ് തെരഞ്ഞെടുത്തു. പക്ഷേ അതിനുള്ളിൽ എല്ലുകൾ മാത്രമായിരുന്നു. താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ സ്യൂസിന് ദേഷ്യം വന്നു. അദ്ദേഹം മനുഷ്യർക്ക് തീ നിഷേധിച്ചു. ലോകം മുഴുവൻ തണുപ്പിലും ഇരുട്ടിലുമായി. മനുഷ്യരുടെ ദുരിതം കണ്ട പ്രൊമെത്യൂസിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രഹസ്യമായി ദേവന്മാരുടെ അടുത്ത് ചെന്ന് ഒരു തീക്കനൽ മോഷ്ടിച്ചു. ആ തീക്കനൽ ഒരു പെരിഞ്ചീരകത്തിന്റെ തണ്ടിനുള്ളിൽ ഒളിപ്പിച്ച് അദ്ദേഹം മനുഷ്യർക്ക് നൽകി. മനുഷ്യർ സന്തോഷിച്ചു. അവർക്ക് വെളിച്ചവും ചൂടും തിരികെ ലഭിച്ചു. പ്രൊമെത്യൂസ് തന്റെ അനുവാദമില്ലാതെ തീ നൽകിയതറിഞ്ഞ് സ്യൂസിന് അതിയായ ദേഷ്യം വന്നു. പ്രൊമെത്യൂസിനെ കഠിനമായി ശിക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു വലിയ പാറക്കെട്ടിൽ പ്രൊമെത്യൂസിനെ ചങ്ങലകൊണ്ട് ബന്ധിച്ചു. ദിവസവും ഒരു കഴുകൻ വന്ന് അദ്ദേഹത്തിന്റെ കരൾ കൊത്തിത്തിന്നുമായിരുന്നു. പക്ഷേ പ്രൊമെത്യൂസ് പ്രതീക്ഷ കൈവിട്ടില്ല. ഒരു ദിവസം ഹെർക്കുലീസ് എന്ന ധീരനായ വീരൻ ആ വഴി വന്നു. പ്രൊമെത്യൂസിന്റെ ദുരിതപ്പോൾ ഹെർക്കുലീസ് അദ്ദേഹത്തെ സഹായിക്കാൻ തീരുമാനിച്ചു. ഹെർക്കുലീസ് കഴുകനെ കൊന്ന് പ്രൊമെത്യൂസിനെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ചു. പ്രൊമെത്യൂസിന്റെ കഥ ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായി എന്നേക്കും നിലകൊണ്ടു. Subscribe for more. Thank you.